family, I welcome you all to my YouTube channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് how I transformed this into this. ഞാൻ കുറേ കാലമായിട്ട് പല വീഡിയോസും സെർച്ച് ചെയ്ത് ഒരു ചെറിയൊരു മേക്ക് ഓവർ ഏതെങ്കിലും ഒരു കോർണർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഒരിക്കലും നടന്നില്ല. അപ്പം ഫൈനലി വെൻ ദ റൈറ്റ് ടൈം കെയിം, കറക്റ്റ് സമയത്തെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ടൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ ടാസ്കുകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മുടി കെട്ടുക എന്നുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു പണ്ടെപ്പോഴെങ്ങാണ്ടും ഗോവയിലോ അങ്ങനെ എങ്ങാണ്ടും പോയപ്പോൾ വാങ്ങിച്ചിട്ട സാധനമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇതും കൂടെ വെച്ച് കെട്ടിയാൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ മുടിയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മുടി ബ്രെയ്ഡ് ചെയ്യാതെ തന്നെ ബ്രെയ്ഡ് ചെയ്തൊരു ലുക്കൊക്കെ കെട്ടുമ്പോൾ കിട്ടാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കെട്ടാനൊക്കെ പറ്റും. ഓൾസോ യു കെൻ യൂസ് ഇറ്റ് ആസ് മുടി കെട്ടുന്ന സാധനം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മൾ മേക്ക് ഓവർ ഏത് സ്ഥലത്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ഫസ്റ്റ് ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കുക. ബിക്കോസ് നമ്മൾ അവിടേക്ക് കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യാനൊക്കെ പോവാണ്. അപ്പം ഹെവി ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും മൂവ് ചെയ്യാനും വൃത്തിയാക്കാനും എവറി ഡേ പറ്റില്ല. അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാറ്റുക. ആൻഡ് ആ സ്ഥലം നല്ല വൃത്തിയായിട്ട് അടിച്ചു വരിക, അതുപോലെ തുടയ്ക്കുക. ആൻഡ് കീപ് ദറ്റ് പ്ലേസ് ക്ലീൻ ഇനഫ് ടു ഗോ ഫോർ ദ മേക്ക് ഓവർ കേട്ടോ. ബൈ ദ വേ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ബെഡിൻ്റെ സൈഡിലുള്ള ഏരിയ ആണ്, ബാൽക്കണിയിലേക്ക് നോക്കുന്ന ഏരിയ ആണ്. സോ ദാറ്റ്സ് മൈ റെഗുലർ ബെഡ് സൈഡ് ടേബിൾ. ആൻഡ് യാ, അപ്പോൾ ഇതിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പ്ലാനാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇത് തുടങ്ങുന്നത് തന്നെ ഇത് ഞാൻ കുറച്ച് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഏതാണോ ആ എം ടി പ്ലേസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ 2 സാധനങ്ങൾ, ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ആ 2 സാധനങ്ങൾ വെച്ച് അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ബട്ട് അതുകൊണ്ട് മാത്രമൊന്നും ആവില്ല, നമ്മൾ വേഗം റിയലൈസ് ചെയ്യും. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ ഞാൻ പറയാം. ഇറ്റ്സ് പോസിബിൾ. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. ആമസോണിൽ നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളാണ്. ഇത് കുറേ കാലം മുമ്പ് ഞാൻ വാങ്ങിച്ചതായിരുന്നു. നമ്മുടെ വീട്ടിൽ എൻ്റെ റൂമിൽ റെഡ് കേർട്ടൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ സ്വന്തമായിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പീജിയൻസ് വരാണ്ടിരിക്കാൻ ആ വലയൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്കങ്ങനെ വലിയ യൂസ് ഇല്ലാത്ത സാധനങ്ങളുള്ള ഒരു ക്യാരേജ് ബോക്സാണിത്, സ്റ്റോറേജ് ബോക്സാണിത്. അപ്പം ആ സാധനം എടുത്ത് ഫസ്റ്റ് തന്നെ ആ മൂലിക്കലേക്ക് ഇട്ടു. പിന്നെ ഞാൻ എപ്പോഴും ചെറിയ കുഞ്ഞ് ടേബിൾസിന് വേണ്ടിയിട്ടുള്ളൊരു ടേബിൾ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചൊരു സാധനമായിരുന്നു അത്. അപ്പം ഈ റെഡിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്, അതുപോലെ ആ സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്ന പച്ചയ്ക്കും ഇനി വരാനുള്ള പച്ചയ്ക്കുമൊക്കെ കോമ്പിനേഷനായിട്ട് ചേരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് വീട്ടിൽ നോക്കിയപ്പോഴത്തേക്കുമാണ് ഈ സാധനം കണ്ടുപിടിച്ചത്. ഇത് വേറെ എവിടെയോ ഞാൻ എന്തിൻ്റെയോ മുകളിലിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതും ഇവിടെ കളർ വൈസ് ചേരും എന്നുള്ളത് തോന്നിയത് കൊണ്ട് ഇതും എടുത്ത് വെച്ചു. ആ ബെഡ് സൈഡ് ടേബിളിലാണ് എൻ്റെ അത്യാവശ്യം എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വെക്കാറ്, മറ്റേ മൾട്ടി പെന്നും ഒക്കെയും. അപ്പം ഈ അഡാപ്റ്റേഴ്സും ചാർജേഴ്സും ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് കാണാൻ ഒരു ഭംഗിയായിരിക്കും. പിന്നെ അങ്ങനെ വയ്ക്കണം, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഒബീഡിയൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും യൂസ് വരാറുള്ള 2 സാധനങ്ങളാണ്, മറ്റേ മോയ്സ്ചറൈസറും മിസ്റ്റും ഒക്കെയും. പിന്നെ ഞാൻ ആ ഒരു സാധനത്തിനെ പറ്റി പറയാമെന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്റ്റീമർ ഇപ്പം ഞാൻ രാവിലെ യൂസ് ചെയ്തത് കൊണ്ടാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. രാവിലെ മുഖം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ബെഡ് സൈഡ് ടേബിളും അതും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഇച്ചിരി റെഡിയായി. ഇനി മെയിൻലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 839 റുപ്പീസ് എന്തോ ആയിരുന്നു ഈ സാധനം വാങ്ങിച്ചതിന്. ഹിപ്പി എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ മേക്ക് ഓവറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊമോഷണൽ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഞാൻ ഐ ജസ്റ്റ് ഷെയർ വിത്ത് യു ദ ബിൽ ഓഫ് ഇറ്റ്. ആൻഡ് അവരുടെ വെബ്സൈറ്റിൽ ഗേളി സാധനങ്ങൾ മാത്രമല്ല, ഇപ്പം ഓഫീസ് സ്പേസിൽ ചെറിയൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണമെങ്കിൽ അതിനും ചേരുന്ന കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ ഹിപ്പി എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അയക്കാം. 100-900 ആണ് ഈ സാധനത്തിൻ്റെ കറക്റ്റ് MRP എത്രയാണെന്ന് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സാധനമാണ് എൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ ലുക്ക് ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ടേപ്പിസ്ട്രി എന്നാണ് പറയുക. ബൊഹീമിയൻ ടേപ്പിസ്ട്രി എന്നൊക്കെ സെർച്ച് ചെയ്താൽ കുറേ കൂടെ ഓപ്ഷൻസ് കിട്ടും.
ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചപ്പം 949 ആയിരുന്നു റേറ്റ് കണ്ടത്. പക്ഷേ എനിക്ക് എന്തോ ഓഫർ എന്തോ ഉണ്ടായിരുന്നു, അതിന് അങ്ങനെയാണ് 839 എനിക്ക് കിട്ടിയത്. സോ നിങ്ങൾ എൻ്റെ ഓഫറൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പം ഈ സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം സ്ട്രെങ്ത് എടുക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ ധൈര്യമായിട്ട് കയറുന്നത്. അനാവശ്യമായിട്ട് ഇതിലൊക്കെ കയറി മറിഞ്ഞ് വീഴാൻ നോക്കരുത്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു, എന്നിട്ട് വീഡിയോന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ട വാൾ ഹുക്ക് ഞാൻ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മറിഞ്ഞു കുത്തി വീഴരുത്. പ്ലീസ് ഡു ഇറ്റ് കെയർഫുള്ളി. നൗ ലെറ്റ്സ് ആഡ് സം ലൈഫ് ടു ദറ്റ് ഏരിയ. ചെടി ആഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഈ ചെടി ഞാൻ വാങ്ങിച്ചത് പ്ലാന്റൂറാസ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട് വെണ്ണലയിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചെടി സ്പോട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ. അവരുടെ തന്നെ പോട്ട്, അവരുടെ തന്നെ പ്ലാൻ. ദിസ് ഈസ് എ ചൈന ഡോൾ. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ബാൽക്കണിയുടെ ഫ്രണ്ടിലായിട്ടാണ്, രാധിക എന്നാണ് ആ ചേച്ചിയുടെ പേര്. ബാൽക്കണിയുടെ ഫ്രണ്ടിലായിട്ടാണ്, അത്യാവശ്യം സൺലൈറ്റ് കയറും. അപ്പം അതിന് ചേരുന്ന 2 ചെടി പറയാൻ പറഞ്ഞപ്പം എനിക്ക് പിന്നെ ഇത് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ടൈപ്പ് ഓഫ് ചെടിയാണ്. അപ്പം അതിൽ നമ്മുടെ ഇവിടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചപ്പം എനിക്ക് സെലക്ട് ചെയ്ത് തന്ന 2 ചെടികളാണ്. സോ അതും കൂടെ ചേർത്തപ്പം ഏകദേശം കംപ്ലീറ്റായി. പിന്നെ ചെടിയിനേക്കാളും നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ എസ്തറ്റിക്സിനെ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്ക് ഓവറിന്. പിന്നെ നിലത്ത് നമുക്ക് വല്ല ഓട്ടോമാൻസോ നല്ല ബൊഹീമിയൻ റഗ്ഗും ഒക്കെ ഇട്ട് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. സോ ഒറ്റ നോട്ടത്തിൽ ആദ്യം നമ്മൾ കാണുമ്പം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നുന്നൊരു സംഭവമാണെങ്കിലും പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കളർ പാല് എന്താണെന്ന് നോക്കിയിട്ട്, അതായത് എനിക്ക് ഓൾറെഡി ഇവിടെ ഈ പച്ചയിലയൊക്കെ ഞാൻ വെറുതെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പച്ചയോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും സാധനം, അങ്ങനെയാണ് ചെടി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. ആ ചെടിയിൽ നിന്ന് ചെടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പെണ്ണിനെ വാങ്ങിച്ചത്. ഈ പെണ്ണിനെ വാങ്ങിച്ചതിൻ്റെ വെബ്സൈറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഐ ഹാവ് ഓൾറെഡി മെൻഷൻ. അപ്പോൾ ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇതുപോലെ ചെറിയ ഡെക്കറേഷൻസിൽ അല്ലെങ്കിൽ ഹോം ഡെക്കോർ ചേഞ്ചസിൽ വലിയ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സംഭവം ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ഓൾ ടുഗെദർ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചട്ടി, ചെടി, ടേപ്പിസ്ട്രി ഒഴികെ ബാക്കിയൊന്നും എനിക്ക് എക്സ്പെൻസസ് ആയിട്ട് വന്നില്ലായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ നമുക്ക് ഇഷ്ടമുള്ള ഓരോ സാധനങ്ങൾ വയ്ക്കാം. ഇതൊക്കെ എൻ്റെ നെസസറി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിനകത്ത് ആ ബ്ലാക്ക് കളർ അത് റോസ് കേം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹ്യൂമിഡിഫയറാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് രാവിലെ മോർണിംഗ് കോൾഡൊക്കെ വരും. അപ്പോൾ മോർണിംഗ് കോൾഡ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നല്ലതാണ് എന്നൊക്കെ ഞാൻ കുറേ വായിച്ച് കണ്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ആൻഡ് ഇറ്റ് പ്രിറ്റി വെൽ വർക്ക്സ്. സ്പെഷ്യലി AC ഒക്കെ ഇട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂമിഡിഫയർ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈനെസ്, ഇൻസൈഡ് ദി നോസുള്ള ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞിട്ട്. അപ്പം ഇതാണ് എൻ്റെ വെരി ക്വിക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഇത്. ആൻഡ് ഐ തിങ്ക് ദ ഹോൾ ബഡ്ജറ്റ് ഓഫ് ദിസ് പ്ലേസ്, ഈ സാധനമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്രയും മാത്രം ചെയ്യാൻ ഇതിനൊരു 5K നിൽക്കും. അപ്പം അതിനകത്ത് അതിലും ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പം ഇവിടെ ഇട്ടിരിക്കുന്ന സാധനത്തിന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് ഏതിലെങ്കിലും വെബ്സൈറ്റിലോ ആമസോണിലോ ഒക്കെയും ബൊഹീമിയൻ ഹോം ഡിക്കോർ എന്നൊക്കെ അടിച്ചു നോക്കി നിങ്ങൾക്ക് കുറേ കുഞ്ഞു സാധനങ്ങൾ കിട്ടും. ഒരു മിറർ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഒന്നും വേണ്ട, ഈ ഒരു ഇല തിങ്ങിനോ അതിൻ്റെ തന്നെ വിത്ത് ലൈറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അത് മാത്രം ഇങ്ങനെ ഇട്ടിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. സോ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് വിൽ ബി വെരി ഗുഡ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന അത് ഓഫീസ് സ്പേസ് ആണെങ്കിലും അവിടെ പ്ലാന്റ്സ് കയറുന്നതും അവിടെ കുറച്ച് ഭംഗി എസ്തറ്റിക്സ് ആഡ് ചെയ്യുന്നതും നമ്മുടെ മൈൻഡിന് തന്നെ ഒരു ഇതാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ജനറലി ഞാൻ ചെടിയുടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണ് ചെടിയൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്ന ഒരാൾ. അതിൽ നിന്ന് ഞാൻ ചെടീനെയൊക്കെ, എനിക്ക് ചെടി ഇഷ്ടമാണ്, പക്ഷെ അത് നോക്കാൻ ഒരു പ്ലാന്റ് മോം ആവാനുള്ള അത്ര ക്വാളിറ്റി എനിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മുടെ മൂടി ശരിയില്ലെങ്കിലും ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും. സോ ഈ വട്ടം ഐ ഹവ് ഡിസൈഡഡ് ടു ടേക്ക് കെയർ ഓഫ് ദീസ് ബേബീസ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് അത് മര്യാദയ്ക്ക് നിൽക്കും. പിന്നെ ഈ ഇലയൊക്കെ ചെറുതായിട്ട് വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി ഓയിലൊക്കെ തൊട്ടി ചെയ്താൽ എപ്പോഴും അത് ഷൈനി ആയിട്ട് നിൽക്കും.
അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുടെ ഭംഗി എന്ന് പറയുന്നത്, നമ്മൾ ആക്കിയെടുക്കുന്ന ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതും കൂടെ കൊണ്ടാണ് ഇത്. അങ്ങനെ ഇട്ടാലും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മുടെ മൂഡിനെയും ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. അപ്പം അതും കൂടെ കൊണ്ടാണ് ഐ തോട്ട് ഐ ഷുഡ് ഷോ യു ദാറ്റ്. ആൻഡ് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം until I see you all next time, it's me Ami signing off from my YouTube channel, and I request you all to please subscribe to my channel. ആൻഡ് പോഡ്കാസ്റ്റൊക്കെ തുടങ്ങുന്നവരൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറയില്ല, അതിൻ്റെ സെറ്റപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ സംസാരങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. ഐ ഹോപ്പ് ടൈം പെർമിറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. ഓണത്തിനൊക്കെ മുമ്പായിട്ട് ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്താണെന്നുള്ള രീതിയിൽ നമുക്ക് പാക്കി തീർക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ലവ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 5000 ബഡ്ജറ്റ് വന്നു എന്നുള്ളത് മാക്സിമം ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 3000 രൂപയുടെ താഴത്തേക്ക് നിൽക്കുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതാണ് പ്ലാന്റോറാസിൻ്റെ പേജ്. ഇവിടെ ഇത് നിങ്ങൾക്ക് ഫിസിക്കലി പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഓൺലൈൻ നോക്കിയും അവരായിട്ട് സംസാരിക്കാൻ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ലുക്ക് ഓഫ് ആ പ്ലേസ്. എനിക്കിനി ഇതിൻ്റെ താഴെ കുറച്ച് ബൊഹീമിയൻ റഗ്ഗും ഒരു ഓട്ടോമാനൊക്കെ വാങ്ങിച്ചിരണം. അപ്പോഴാണ് എനിക്ക് നിലത്ത് നല്ല വൈബായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് മൊറോക്കൻ ലൈറ്റ്സും ഒക്കെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പം let me know how well you like my Chota corner makeover, and sending lots of love once again. Bye.